ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊളംബിയയാണ് ഒടുവിലായിട്ട് വലിയ ശക്തമായിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അവർ പറയുന്നു റാമല്ലയിൽ തങ്ങൾ എംബസി തുറക്കും എന്നാണ്. ഇസ്രായേലിന്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും സാധിക്കുകയില്ല. അന്താരാഷ്ട്ര മേഖലയിൽ ഇത്രയേറെ സമ്മർദ്ദമുണ്ടായിട്ടും ഇത്ര എതിർപ്പുണ്ടായിട്ടും വീണ്ടും നിരപരാധികളായിരിക്കുന്ന പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവർത്തനത്തെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അത് ശക്തമായ രീതിയിൽ എതിർപ്പും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്നാണ് കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല തുടർന്ന് കുറച്ചും കൂടി തുറന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ മാസം 3-ാം തീയതി തന്നെ എംബസിയുമായി ബന്ധപ്പെട്ട ഈ ഇസ്രായേലിന്റെ എംബസി ഉദ്യോഗസ്ഥരോട് രാജ്യം വിട്ടു പോകാൻ പറഞ്ഞു എന്നും നയതന്ത്ര ബന്ധം പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലുമായിട്ട് തങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലുമാണ്. കൊളംബിയയുമായിട്ട് കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡിംഗ് സംവിധാനം ഉണ്ടായിരുന്നു, അതെല്ലാം അവസാനിപ്പിച്ചു. അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇനി മുന്നോട്ട് ഉണ്ടാവില്ല എന്നും ഗസക്കാർക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ വേണ്ടി തങ്ങൾ മറ്റുള്ള രാജ്യങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കും എന്ന തരത്തിലുള്ള അഭിപ്രായം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊളംബിയ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഈ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയത്. ഈ മാസം 28-ാം തീയതിയോടുകൂടി ഫലസ്തീനെ ഞങ്ങൾ സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രമായിട്ട് അംഗീകരിക്കും എന്നാണ് UN സഭയുടെ നിലപാടുകളോ അല്ലെ അമേരിക്കയുടെ വീറ്റോ പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ഇനി ചർച്ച ചെയ്യുന്നില്ല. ആ റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ഫലസ്തീന് സ്വതന്ത്രമാവുകയുമില്ല. ആയതിനാൽ ഞങ്ങൾ ഞങ്ങളുടേതായിരിക്കുന്ന നയനിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ടവരാണ് യഥാർത്ഥത്തിൽ വളരെ സജീവമായ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ തുടർച്ചയായ രീതിയിലാണ് കൊളംബിയ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തുടരുക എന്നുള്ളത് സമകാലികമായിരിക്കുന്ന ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. ചരിത്രം തെറ്റായ രീതിയിലായിരിക്കും ഞങ്ങളൊക്കെ വ്യാഖ്യാനിക്കുക. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് പാലസ്തീനികൾ. അവരുടെ ഭൂപ്രദേശത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കുടിയേറിയിരിക്കുന്നത്. അവർക്ക് സംരക്ഷണം നൽകാനും ഭക്ഷണം നൽകാനും വസ്ത്രങ്ങൾ നൽകാനും ജീവനോപാധിയായിരിക്കുന്ന എല്ലാവിധ സഹായങ്ങളും ഒരു കാലത്ത് പാലസ്തീനികൾ ഇസ്രായേലിന് ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, ആ ചെയ്തു കൊടുത്തിരിക്കുന്ന പാലസ്തീനികളുടെ ഭൂപ്രദേശം കൈയേറി അവരെ അവിടുന്ന് ആട്ടിത്തെളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്നൊരു തുറന്നു പറച്ചിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ കൊളംബിയ നടത്തിയിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് പറയാൻ തുടങ്ങി. മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ഇറാനിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകപരമായിരിക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണം ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ലോകം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഓരോരോ സമീപന രീതികളൊക്കെ നടത്തുന്നത് എന്നും കൂടിയാണ് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാനിൽ നടന്നിരിക്കുന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അപകടവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോഴും ഏതെങ്കിലും രാജ്യം അതിന് പ്രത്യേകപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് രേഖാമൂലം ഇപ്പോഴും പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ ഇതിന്റെ പിന്നിലൊക്കെ അമേരിക്ക ഉണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ട് എന്ന കാര്യം ലോകം വിശ്വസിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ആ വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല. അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രതിസ്ഥാനത്ത് ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. ഇതിനു മുൻപ് പല രീതിയിലുള്ള ഈ അക്രമങ്ങളും മരണങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങളും ഇറാനുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും ഒടുവിലായി സിറിയയിൽ നടത്തിയിരിക്കുന്ന ഇറാൻ എംബസിയുമായി ബന്ധപ്പെട്ട സ്ഫോടനം, അതിൽ 11-ലധികം ആളുകൾ മരണപ്പെട്ട ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അത് വളരെ വ്യക്തമായ രീതിയിൽ ഇസ്രായേലാണ് എന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ അകത്ത് കയറിയിട്ട് മറ്റൊരു രാജ്യത്തിന്റെ എംബസി തകർത്തു, അവിടുന്ന് ഇത്രയും ആളുകളെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് നിസ്സാരമായ രീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കാണുന്നത്. എന്നാൽ അവരുടെ രാജ്യത്താണ് ഈ സംഭവം നടന്നത് എങ്കിൽ അവർ ഗൗരവമായിട്ട് കാണും എന്നതിന്റെ ഉദാഹരണം കൂടി അതിന്റെ കൂടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഉദാഹരണം പറയുന്നത് ജോർദാനിൽ അമേരിക്കയുടെ സൈനിക ക്യാമ്പ് ആക്രമിച്ചുകൊണ്ട് 3 അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം എന്നോണമാണ് അമേരിക്കയിൽ നിന്ന് ഇറാഖിലേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ താവളത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത്. അപ്പോൾ അവരുടെ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ ഗൗരവമായിട്ട് കാണുകയും തിരിച്ചടികൾ അവർ നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇറാന്റെ എംബസിയെ തകർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് തിരിച്ചടി നൽകാൻ പാടില്ല എന്ന് അമേരിക്ക
വിശ്വസിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു. ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ആരുടെ നേരെ അക്രമം ആര് നടത്തിയാലും ആര് ഏത് രീതിയിലും കൊല്ലപ്പെട്ടാലും അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് കൊളംബിയയുടെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അതിന്റെ പിന്നാമ്പുറം കളിക്കുന്നത് ആരാണ് എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ പോലും യഥാർത്ഥത്തിൽ ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കുറഞ്ഞ കാലത്തിനിടയിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായിരിക്കുന്ന ആശയപരമായിരിക്കുന്ന നിലപാട് മാത്രമാണ് ചെയ്യുന്നത്. അവരാരെയും ആക്രമിക്കാൻ പോകുന്നില്ല. അവർക്ക് നേരെ ആക്രമണം നടത്തിയാൽ അവർ പ്രതിരോധിക്കാൻ അവർക്ക് അവകാശമുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കുള്ള പോലെ അവർക്കും അവകാശമുണ്ട്. അവരുടെ അവകാശത്തെ ധ്വംസിക്കാനൊന്നും ഒരു രാജ്യത്തിനും കഴിയുകയില്ല, അതോട്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പൊ നോക്ക്, ഇത്രയും വർഷം 6 മാസത്തിലധികം ഈ വലിയ രീതിയിലുള്ള യുദ്ധമാണ് പാലസ്തീനുമായി നേരിട്ടിപ്പോൾ നടക്കുന്നത്. 35,000-ത്തിലധികം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു. 25,000-ത്തിലധികം കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത്. അവരെന്താണ് തെറ്റ് ചെയ്തത്? എന്തിനാണ് നിരപരാധികളായിരിക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക കൂട്ടുനിൽക്കുന്നത്? അവർ ആയുധം നൽകുന്നു, സൈന്യത്തെ നൽകുന്നു, സൈനികപരമായിരിക്കുന്ന സാമ്പത്തിക സഹായം നൽകുന്നു, സർവ്വ മേഖലയിലും സഹായം നൽകിക്കൊണ്ട് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മറ്റൊരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടി നടക്കുകയും ചെയ്യുന്നു. ഈ നാടകം അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇതിനെതിരെ തന്നെയാണ് ഞങ്ങളുടെ നിലപാടുകളൊക്കെ. അതുകൊണ്ട് പാലസ്തീനെ ഞങ്ങൾ രാജ്യമായിട്ട് തന്നെ അംഗീകരിക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ അംഗീകരിച്ച പോലെ തന്നെ റാമല്ലയിൽ ഞങ്ങൾ എംബസി തുറക്കാൻ പോവുകയാണ്. ഇസ്രായേലുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധവും അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തുള്ള എംബസി അടച്ചുപൂട്ടി രാജ്യം വിട്ടു പോകാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ സ്വതന്ത്രമായിരിക്കുന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു രാജ്യം, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന്റെ മുൻപിൽ നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് ലോകത്തോടൊപ്പം ഞങ്ങളും ചേർന്ന് നിൽക്കും എന്നാണ് യഥാർത്ഥത്തിൽ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്ര ഔദ്യോഗികപരമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്.